തെളിവാണ് പറയുന്നത്. ഈ ലോകത്തിൻ്റെ പിന്നിലുള്ള സൃഷ്ടാവിലേക്ക് സൂചന നൽകുന്ന തെളിവ് അതൊന്ന് അഖലിയായ തെളിവാണ്, ബുദ്ധിപരമായ തെളിവ്. ഫഇന്ന വജൂദ ഹാദൽ കൗൻ അസ്സമാവാത് വൽ അർദ്, ഈ ലോകം, ആകാശങ്ങൾ, ഭൂമി, വമാ ഫീഹിമാ മിനൻ നുജൂം, അതുപോലെ ഇതിലുള്ള നക്ഷത്രങ്ങൾ, വൽ ജിബാൽ, പർവ്വതങ്ങൾ, വൽ അൻഹാർ, അതുപോലെ നദികൾ, പുഴകൾ, വൽ അസ്ജാർ, മരങ്ങൾ, വൻ നാത്തിഖ് വൽ ബഹീം, ജീവികളുടെ കൂട്ടത്തിൽ സംസാരിക്കുന്നതും അല്ലാത്തതുമായ എന്തൊക്കെയുണ്ടോ വഴിതാലിക, അതല്ലാത്തത് മുഴുവനും. അത് മിൻ ഐന ഹസലഹാദ, ഇത് എവിടുന്ന് സംഭവിച്ചതാണ്, എവിടെ നിന്ന് വന്നതാണ്. ഹൽ ഹസലഹാദ സറഫ, ഇത് യാദൃച്ഛികമായി സംഭവിച്ചതോ, ഔ ഹസല ബി ഗൈരി മൂജിബ്, അതല്ല ഇതിന്റെ പിന്നിൽ ഉണ്ടാക്കിയ ഒരാൾ ഇല്ലാതെ സംഭവിച്ചതോ, ഔ അന്ന ഹാദൽ വുജൂദ് ഔജദ നഫ്സഹു, അല്ലെങ്കിൽ ഈ ഉള്ള വസ്തുക്കളൊക്കെ അത് അതിനെ തന്നെ സൃഷ്ടിച്ചതാണോ. ഇത് മൂന്ന് സാധ്യതയാണ് അദ്ദേഹം പറയുന്നത്. മൂന്ന് സാധ്യത പറഞ്ഞാൽ ഈ ലോകത്തുള്ള വസ്തുക്കൾ ഒന്നുകിൽ ആ വസ്തു തന്നെ അതിനെ സൃഷ്ടിച്ചതാണോ, അതല്ലെങ്കിൽ ആ വസ്തു സൃഷ്ടിച്ച ഒരാളില്ലാതെ താനുണ്ടായതാണോ, അതല്ല അല്ലെങ്കിൽ അത് അതിനെ തന്നെ അല്ലാതെ യാദൃശ്ചികമായി സംഭവിച്ചതോ. ഈ മൂന്നും ലാ യഖ്ബലുൽ അഖൽ, അത് ബുദ്ധി സ്വീകരിക്കൂല, അത് തനി വിവരക്കേടാണ് എന്നർത്ഥം. അതുകൊണ്ട് നാലാമത്തെ ഒന്നാണ് ശരി, അതിൻ്റെ പിന്നിലുള്ള ഒരാൾ. കാരണം ഇതൊക്കെ ഇനി സ്വതഫത്ത് എന്ന് പറഞ്ഞു, യാദൃശികമായി സംഭവിക്കുക എന്ന് പറയുന്നു. അപ്പൊ അദ്ദേഹം പറയാൻ അൻത അയ്യുഹൽ ജാഹിദ് ഹൽ മാ ഉൻതിജ മിന ത്വഇറാത്ത്, ഇന്ന് മനുഷ്യന്മാർ ഉണ്ടാക്കിയ വിമാനങ്ങൾ, അതുപോലെ വസ്സവാരിഹ് മിസൈലുകൾ, വസ്സയ്യാറാത്ത് അതുപോലെ വാഹനങ്ങൾ, കാറുകൾ, വല്ലാലാത്ത് മറ്റ് ഉപകരണങ്ങൾ, ഹൽ ഉജിദ ഹാദാ സ്വതഫ, ഇതിപ്പോ യാദൃശ്ചികമായി ഉണ്ടായതാണോ ഇത്തരം കാര്യങ്ങൾ. അപ്പൊ ഇത് ചോദിച്ചാൽ അവൻ പറയും, ഈ നിഷേധിയും പറയും, അത് യാദൃശ്ചികമല്ല, ഏതൊരു വസ്തുവിനും അതിന് വേറൊരു കാരണം ഉണ്ടാവും, അതിൻ്റെ അപ്പുറത്ത് കാരണമുണ്ട്, കാരണമല്ലാതെ ഒരു കാര്യം ഉണ്ടാവില്ല. അത് ഏത് നിരീശ്വരവാദി എന്ന നിലക്ക് രംഗത്ത് വരുന്ന ആളിപ്പുണ്ടെങ്കിൽ ഇത് വാദത്തിന് വേണ്ടി അത്തരം ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക, അവരോട് ഈ ദുനിയാവിലെ ഏതൊരു സൃഷ്ടിനെ പറ്റിയത് ചോദിച്ചാൽ യാദൃശ്ചികമാണോ ചോദിച്ചാൽ അല്ല എന്ന് പറയും. എന്നാൽ പിന്നെ ഹാദിൽ അത്യാർ, ഈ പക്ഷികൾ, വൽ ജിബാൽ പർവ്വതങ്ങൾ, വശംസ് വൽ ഖമർ, പിന്നെ ഈ ലോകത്തുള്ള അത്ഭുതകരമായ കാര്യങ്ങളുടെ പേരൊക്കെ പറയാം, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഇതും യാദൃശ്ചികമായി ഉണ്ടായതല്ല. എന്നിട്ട് അദ്ദേഹം പിന്നെ പ്രസിദ്ധമായൊരു സംഭവം ഉണ്ടല്ലോ, അബൂ ഹനീഫയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, അദ്ദേഹം സംവാദം നടത്തിയൊരു സംഭവം കൊടുക്കണം. അതായത് ആ കാലത്ത് നിരീശ്വരവാദികളാണ് എന്ന നിലക്ക് രംഗത്ത് വന്ന കുറച്ച് ആൾക്കാർ സംവാദത്തിന് വേണ്ടി, ചർച്ചയ്ക്ക് വേണ്ടി തയ്യാറാവുകയാണ് ഇമാം അബൂ ഹനീഫയോട്. അപ്പൊ അദ്ദേഹം കുറച്ച് വൈകി വന്നു. അതിന്റെ കാരണം അദ്ദേഹം ഇങ്ങനെ വിശദീകരിക്കുകയാണ്, ഞാൻ നദിയുടെ അപ്പുറത്ത് നിന്നപ്പോൾ കുറേ മരങ്ങൾ ഇങ്ങനെ വന്നു, പിന്നെ അതൊക്കെ പ്രത്യേക അളവിൽ ഇങ്ങനെ കഷ്ണമായി പലകളായി, പിന്നെ കുറേ യന്ത്രങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്, പിന്നെ കുറേ ആണികൾ, അതൊക്കെ പാടെ പലതും വന്ന് കുട്ടിക്കടിച്ചൊരു കപ്പലുണ്ടായി, അതിൽ കയറി ഞാനിങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവര് പറഞ്ഞു, ഇതൊരു ഭ്രാന്തനോടാണോ ഞങ്ങളിപ്പോൾ സംവാദം നടത്താൻ പോകണമെന്നുള്ള കോലത്തിലായി വരും. കാരണം അത് അങ്ങനെ ഉണ്ടാവില്ല, യാദൃശ്ചിക അയച്ച് കുറേ മരം മുറിഞ്ഞിങ്ങനെ വരിക, പിന്നെ അത് അവസാനം കപ്പലായി മാറുക. അപ്പൊ ഇതില് അവരത്ഭുതം പ്രകടിപ്പിച്ചപ്പോൾ അദ്ദേഹം ഈ ലോകത്തെ ആകാശലോകങ്ങളിലെ സൂര്യൻ, ചന്ദ്രൻ, ഇതൊക്കെ താനേ ഉണ്ടായി എന്നുള്ള നിങ്ങൾ വിശ്വസിക്കണം. അത്ര വല്ല പൊട്ടത്തരത്തിലില്ലല്ലോ. ഏതായാലും അങ്ങനെ ആ
സംവാദം അവിടെ അവസാനിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ കഥയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവം. അത് ഇബ്നു ഉസൈമിനും എടുത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളൊക്കെ ഇത് പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. അപ്പൊ എല്ലാവർക്കും അറിയാം, ഒരു മൊട്ടു സൂചി പോലും ഈ ലോകത്ത് താനുണ്ടാവില്ല. ഒരു പണ്ഡിതന്റെ വാചകം, ലൗ അന്നീ സല്ലംതുക കിതാബൻ മത്ബൂഅൻ, ഞാൻ നിനക്കൊരു പുസ്തകം തന്നു എന്ന് വിചാരിക്കുക. ഒരു കിതാബ് എങ്ങനെയുള്ള പ്രിന്റ് ചെയ്ത പുസ്തകമാണ്. മീൻ സിത്തിമിയ സൊഫഹ, 600 പേജുണ്ട്. 600 പേജുള്ള ഒരു പുസ്തകം. ബി അൻവാൻ, ആ ബുക്കിന് പേരുണ്ട്. പിന്നെ വസ്മുൽ ബാബ്, ഓരോ വലിയ അധ്യായങ്ങൾ ഉണ്ടാവും. അതിന്റെ കീഴിൽ പിന്നെ ചെറിയ ചെറിയ ഫസലുകളുണ്ട്. പിന്നെ അതിന്റെ വിവരങ്ങൾ അടിക്കുറിപ്പ് കൊടുക്കും, തഹക്കീക്ക് ചെയ്തിട്ട്. തഹരീജ് ചെയ്യാന്നൊക്കെ പറയും. കിതാബിന്റെ തഹരീജുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഹദീസ് കൊടുക്കുകയാണെങ്കിൽ ഇന്ന ആൾ റിപ്പോർട്ട് ചെയ്തതാണ്, ബുഖാരിയാണ് ബുഖാരി, മുസ്ലിമാണ് മുസ്ലിം. ആയത്ത് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഇന്ന സൂറത്തിൽ ഇത്ര അധ്യായം, അങ്ങനെയൊക്കെ അടിയിൽ കൊടുക്കുക. പിന്നെ ബിത്തിബാ ഫാഹ്റ, മുന്തിയ പ്രിന്റിംഗ് ആണ്. അങ്ങനെ അതിന്റെ അവസാനം നല്ലൊരു ഇൻഡെക്സും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ബുക്ക് ഞാൻ നിനക്ക് തന്നാൽ ഈ പുസ്തകം യാദൃശ്ചികമായി ഉണ്ടായതാണ് എന്ന് നീ വിചാരിക്കുമോ? ഇല്ലല്ലോ. അതിന്റെ പിന്നിലുള്ള പണികളും അത് ഉണ്ടാക്കിയതിന്റെ ആളുണ്ട്, അത് ഒരാളാണ് എന്നൊക്കെയാണല്ലോ വരിക. യാദൃശ്ചികമായി ഇവിടെ ഒന്നും ഉണ്ടാകുന്നില്ല എന്നർത്ഥം. ഏതൊരു വസ്തുവിനും കാരണമുണ്ട്, എല്ലാറ്റിനും. ഇനി വേറൊരു സാധ്യത പറഞ്ഞെന്താ, ഈ വസ്തുക്കൾ അതിനെ തന്നെ നിർമ്മിച്ചതാവും. ഇപ്പൊ നമ്മളിവിടെ ഉണ്ട്, നമ്മളൊക്കെ ഓരോ സൃഷ്ടികളാണ്. ഈ ഞാൻ ഇന്നെ സൃഷ്ടിച്ച ഞാൻ തന്നെയാ? അല്ലല്ലോ. ഒന്നുകിൽ പിന്നെ അങ്ങനെയാണ് ഈ ലോകത്തിൽ. ഇതിന് പിന്നെ സൃഷ്ടാവില്ലേ, പിന്നെ സൃഷ്ടികളുടെ സൃഷ്ടികൾ തന്നെ ആവും. അതൊരിക്കലും ആവില്ല. കാരണം ഞാൻ കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തൊന്നുമല്ല, ഇല്ലായ്മയാണ്. ഇല്ലായ്മ ഒരു വസ്തുവിനുണ്ടാക്കൂല. അപ്പൊ അതും ബുദ്ധിപരമായി എടുത്തു നോക്കിയാൽ അതൊക്കെ തനി വിവരക്കേടാണ്. അപ്പൊ പിന്നെ ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്നതിന് യാതൊരു സംശയമില്ല. അപ്പോ അള്ളാഹുവിന് അവന്റെ അസ്തിത്വത്തെ തേടുന്ന, അല്ലെങ്കിൽ ലോകത്തിന്റെ പിന്നിലൊരു സൃഷ്ടാവുണ്ട്, റബ്ബുണ്ട് എന്നതിന് എത്ര തെളിവാണ് എന്ന് ചോദിച്ചാലേ ഉത്തരം, ഈ ലോകത്ത് എത്ര സൃഷ്ടികളുണ്ട് അത്രയും തെളിവാണ്. ഈ ലോകത്ത് എത്ര സൃഷ്ടികളുണ്ട് അത്രയും തെളിവ് ഈ ലോകത്തിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്നതിന്റെ തെളിവാണ്. പക്ഷേ ഈ സൃഷ്ടികളെ നമുക്ക് എണ്ണി കണക്കാക്കാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. എന്നാൽ എത്രയാണുള്ളത് അത്ര എന്ന് പറഞ്ഞാൽ പ്രശ്നം തീരാവും തീരൂല. നമ്മളൊക്കെ ഓരോ സൃഷ്ടികളാണ്. അപ്പൊ നമ്മളൊക്കെ നമ്മുടെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്നതിന്റെ തെളിവാണ്. പക്ഷെ ഞാൻ ഒരാൾ തെളിവല്ല. നമ്മുടെ ശരീരത്തിൽ പിന്നെ ഒരുപാട് അത്ഭുതങ്ങൾ വേറുണ്ട്, ഒരുപാട് അത്ഭുതങ്ങൾ. അപ്പൊ എത്ര സൃഷ്ടികളുണ്ടോ അത്രയും എന്നും പറഞ്ഞാൽ പോരാ, ഓരോ സൃഷ്ടികളിലും പിന്നെയും ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. അപ്പൊ ഇത് എല്ലാവർക്കും അറിയാം, ചിന്തിക്കുന്നവർക്കൊക്കെ അറിയും ഇതൊന്നും താനുണ്ടാവില്ല, അത് ഉറപ്പായി എല്ലാവർക്കും അറിയില്ല. അത് നമ്മൾ മുമ്പ് പറഞ്ഞ നിരീശ്വരവാദികൾ എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരു ഫാഷന് വേണ്ടിങ്ങനെ ആവുകയാണ്. അതൊക്കെ ചില സന്ദർഭത്തിൽ അത് അങ്ങനെ ഞാൻ നിരീശ്വരവാദി എന്നറിയുമ്പോൾ ഒരു കാര്യപ്പെട്ട ആളോ എന്നൊക്കെ ആർക്കോ ചില അന്തരീക്ഷത്തിൽ തോന്നുമ്പം അവരങ്ങനെ ഒപ്പിച്ചു പറയും. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിന്റെ പിന്നിലൊരു സൃഷ്ടാവുണ്ട്, നിരീശ്വരവാദികൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് അവരുടെ വാദങ്ങളെ കണിശമായി ഇങ്ങനെ ഖണ്ഡിച്ചുകൊണ്ടുള്ള ശൈലി ഖുർആനിൽ കാണാൻ കഴിയില്ല. അതെന്തുകൊണ്ടാണ് കാണാത്തുന്നത്? അങ്ങനെ നിരീശ്വരവാദികൾ ലോകത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഹത്താ ഹീനമ ഔറദ ഇൻകാർ ഫിർഔൻ ലി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിനെ നിഷേധിച്ചു രംഗത്ത് വന്ന ഒരാളാണ് ഫിർഔൻ. ഫിർഔൻ പറഞ്ഞെന്തും, ഫിർഔൻ പറഞ്ഞപ്പോ തന്നെ എന്താ ഫിർഔൻ പറഞ്ഞേ? വമാ റബ്ബുൽ ആലമീൻ, ഈ ലോകങ്ങളുടെ റബ്ബ് എന്താണെന്ന് ചോദിച്ചു. അവൻ നിഷേധിക്കുന്ന രൂപത്തിൽ സംസാരിക്കാൻ സത്യത്തിൽ ഉള്ളിന്റെ ഉള്ളിൽ അള്ളാഹ് കൂട്ടിക്കിടിപ്പിച്ച പ്രകൃതം ഫിർഔന്റെ ഉള്ളിലുണ്ട്. എന്നാൽ നിരീശ്വരവാദികൾ എന്ന നിലയ്ക്ക് ലോകത്ത് വല്ലവരുണ്ടെങ്കിൽ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ നേതാവാക്കാൻ പറ്റിയ ആളാണ് ഫിർഔൻ. ഫിർഔൻ പറയാണ് മൂസാ നബിയോട്, ഏതാണ് ഈ റബ്ബുൽ ആലമീൻ? വേറൊരു കാര്യം ചോദിക്കുകയാണ് അയാൾ, മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി,
ഞാനല്ലാത്ത വേറൊരു ആരാധ്യം നിങ്ങൾക്ക് ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അയാളെന്താണ് ഇത് തള്ളുകയുണ്ടോ, നിഷേധിക്കണം. അതുപോലെ യാ ഹാമാൻ, അയാളെ പ്രധാനപ്പെട്ട വ്യക്തിനെ വിളിക്കുകയാണ്, ഹാമാനെ. ഇബ്നിലി സുർഹ, എനിക്ക് നീ ഒരു സൗധം പണിത് തരൂ. ലാലി അബുലുൽ അസ്ബാബ്, ഇതൊക്കെ പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്. ആദ്യത്തെ ഷൂറ 23 അമാ റബ്ബുൽ ആലമീൻ ഇരിക്കണം. മറ്റേ ഖസസ് 38 ഇത് ഓഫർ 36 37. എന്താണ്? എനിക്കൊരു സൗധം പണിത് തരൂ. ലാലി അബുലുൽ അസ്ബാബ്, ഞാൻ പിന്നെ അതിൻ്റെ മാർഗങ്ങളിൽ എത്തട്ടെ. അസ്ബാബ സമാവത്ത്, ആകാശങ്ങളിലേക്ക് എത്താനുള്ള മാർഗങ്ങളിൽ കയറി നോക്കട്ടെ എന്നാ പറയുന്നത്. ഫത്തരിയ ഇലാഹി മൂസ, എന്നിട്ട് മൂസ പറയണ ഇലാഹിനൊന്ന് നോക്കണമെന്ന് കാണണം. അപ്പൊ ഇതൊക്കെ പരീക്ഷിച്ച് കളിയാക്കിയിട്ട് ഇല്ല എന്നൊക്കെ വരുത്തി തീർക്കാൻ. അപ്പൊ ഇത് അള്ളാഹുവിനെ നിഷേധിക്കുകയാണല്ലോ. എന്നാ പിന്നെ അങ്ങനെയല്ല, അങ്ങനെ നിഷേധിക്കാൻ പാടില്ല, ഇതിനെ തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ടല്ല മൂസാ നബി മറുപടി കൊടുക്കണേ. ഇതിനു വേണ്ടി അവർ പറയണേ. മൂസാ നബിന്റെ മറുപടി എന്താ? അയാളുടെ ഉള്ളിൽ അള്ളാഹിനെ പറ്റി വിശ്വാസം ഉണ്ട് എന്നുള്ള നിലയ്ക്ക് തന്നെയാ പെരുമാറ്റം. മറുപടി അതിങ്ങനെയാണ്. അതേതാ? വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇസ്രായിൽ 102 മൂസാ നബി ഫിറൗനോട് പറയുന്നു, ലഖദ് അലിംത മാ അൻസല ഹൗലായി, ഫിറൗനെ നിനക്കറിയാമല്ലോ, മാ അൻസല ഹൗലായി, ഈ ദൃഷ്ടാന്തങ്ങൾ ഇറക്കിയത്, ഇല്ലാ റബ്ബുൽ ആലമീൻ, ലോകങ്ങളുടെ റബ്ബായ വേറൊരാളുമല്ല ഈ ദൃഷ്ടാന്തങ്ങൾ ഇറക്കിയത് എന്ന് നിനക്ക് ശരിക്കറിയാം എന്നങ്ങോട്ട് പറയുന്നു. ഏതാ ദൃഷ്ടാന്തങ്ങളെ തൊട്ടു മുമ്പ് പറയാം. വലഖദ് ആതൈന മൂസ 9 ആയാത്തിൻ, മൂസ അലൈഹിസ്സലാമിന് 9 ആയത്തുകൾ നമ്മൾ നൽകി. ബയ്യിനാത്ത്, വ്യക്തമായ 9. ഒന്ന് കൈ പിന്നെ പ്രകാശിക്കാം, മറ്റൊന്ന് വടി നിലത്തിട്ട പാമ്പാകുക, വേറൊന്ന് വരൾച്ച, വേറൊന്ന് വിഭവ ദൗർലഭ്യം, വേറൊന്ന് ജലപ്രളയം, പിന്നെ വെട്ടുകിളി, പേന്, തവള, രക്തം, ഇതൊക്കെ പരിശുദ്ധ ഖുർആനിൽ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ഇറക്കിയത് അള്ളാഹു ആണ് എന്ന് നിനക്ക് കൃത്യമായി അറിയാം. ഈ ലോകങ്ങളെ സൃഷ്ടിച്ച റബ്ബാണ് എന്ന് ഫിറൗനെ നിനക്കറിയാമല്ലോ. ബസായിർ, ഇതൊക്കെ കണ്ണു തുറപ്പിക്കുന്ന ദൃഷ്ടാന്തങ്ങളായി അള്ളാഹു സുബ്ഹാനഹു തആല ഇറക്കിയിട്ടുള്ളതാണ് എന്ന് നിനക്കറിയാം. എന്നിട്ട് വൈന്നീല അവനുക്കയാ ഫിറൗന് മസ്ബൂറ, നിന്നെ ഫിറൗനെ ഞാൻ വിചാരിക്കുന്നു നീ നാശമടഞ്ഞ ആളാണ്. ഈ കാര്യം തന്നെ പരിശുദ്ധ ഖുർആനിലും പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലും മൂസാ നബി പറഞ്ഞതാണിത്. ഇനി അള്ളാഹ് പറയാൻ, വജഹദൂ ബിഹ, ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ ഇവര് കളവാക്കി. ആര്? ഫിറൗനും കൂട്ടരും. എന്നാ വസ്തൈഖനത്ഹ അൻഫുസും, അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉറപ്പാണ് ഇത് അള്ളാണ്, അള്ളാഹ് ഇറക്കിയതാണെന്നുള്ള ഒരു പിന്നെ തർക്കുകൾക്കില്ല. പക്ഷേ പരസ്യമായിട്ട് ഇങ്ങനെ എതിർക്കുകയാണ്. ഉൽമൻ ഉലുവ, അക്രമം കാരണം, ധിക്കാരം കാരണം. സൂറത്ത് നംല് 14. അപ്പോ സൃഷ്ടാവിനെ നിഷേധിക്കുന്നു എന്ന നിലക്ക് രംഗത്ത് വന്ന ആളോട് സൃഷ്ടാവിനെ അംഗീകരിച്ചവൻ തന്നെ എന്ന രൂപത്തിൽ തന്നെയാണ് മൂസാ അലൈഹിസ്സലാം അദ്ദേഹത്തിനെതിരെ പ്രതികരിച്ചിട്ടുള്ളത്. അപ്പൊ വാസ്തവത്തിലും ഇത് തൗഹീദ് റുബൂബിയത്തുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണ്. ഇത് ഈ സൃഷ്ടാവിനെ പറ്റിയുള്ള ബോധം എന്ന് പറയുന്നത്. ഇപ്പൊ റുബൂബിയത്തിലെ തൗഹീദ് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. എന്താണ് ഈ റുബൂബിയത്തിലെ തൗഹീദ് എന്ന് പറയുന്നത്? ഞാൻ ഷെയ്ഖ് ഫൗസാന്റെ ഒരു നിർവചനമാണ് എടുക്കണം. ഫഅമ്മാ തൗഹീദുർ റുബൂബിയ, ഈ തൗഹീദുർ റുബൂബിയ എന്ന് പറയുന്നത് എന്താണത്? അത് ഫൈന്നഹുൽ ഇഖ്റാർ, അത് അംഗീകരിക്കലാണ്. ബിഅന്നല്ലാഹു വഹ്ദഹു, അല്ലാഹ് മാത്രമാണ്, വൽ ഖാലിഖ്, അവൻ മാത്രമാണ് സൃഷ്ടാവ്, ലിലാലം, ലോകത്തിൽ, വഹുവൽ മുദബ്ബിർ, അവൻ മാത്രമാണ് ഇത് നിയന്ത്രിക്കുന്നത്, അൽ മുഹി, അവനാണ് ജീവിപ്പിക്കുന്നത്, അൽ മുമീത്ത്, അവനാണ് മരിപ്പിക്കുന്നത്, വഹുവർ റാസിഖ്, അവനാണ് റിസ്ക് നൽകുന്നത്, ദുൽ ഖവ്വത്തിൽ മത്തീൻ, മഹാശക്തിയുള്ള ആള് എന്ന നിലക്കൊക്കെ അംഗീകരിക്കുക. ആരെ? ഇതൊക്കെ അള്ളാഹ് അങ്ങനെയാണ്. ഇതാണ് റുബൂബിയത്ത് എന്ന് പറയുന്നത്. ഇതാണ് തൗഹീദ്, റുബൂബിയത്തിലെ തൗഹീദ് എന്ന് പറയുന്നത്. ഈ കാര്യം പരിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും പറഞ്ഞു. ചിലതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ. അവരോട് ചോദിച്ചാൽ അവർ പറയും, ആരാണ് ആകാശത്തെ സൃഷ്ടിച്ചത് ചോദിച്ചാൽ അള്ളാഹ് എന്ന് പറയും. അതുപോലെ ഈ ലോകം നിയന്ത്രിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതൊക്കെ അവർ അള്ളാഹുവാണെന്ന് പറയും. ആരാണ് റിസ്ക് നൽകുന്നതെന്ന് ചോദിച്ചാൽ അതിനൊക്കെ അവരുടെ മറുപടി എന്താണ്? അള്ളാഹുവാണ്. അതുകൊണ്ട് ഈ തൗഹീദ്
വൽ ഇഖ്റാറു ബിഹാദന്നൗ റുബൂബിയത്തിലുള്ള ഈ തൗഹീദ് അംഗീകരിക്കുക എന്നുള്ളത് അത് മർകൂസ് ഫിൽ ഫിത്തർ അദ്ദേഹം പറയാം ഇത് മനുഷ്യന്റെ പ്രകൃതത്തിൽ ഊട്ടപ്പെട്ടതാണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അല്ലാഹുവിനെ പറ്റി ചർച്ച ചെയ്യുന്ന പലരും പല പുസ്തകങ്ങളും പ്രത്യേകിച്ചും പിൽക്കാലത്ത് വന്ന പല പുസ്തകങ്ങളും കാര്യമായി ഒരുപാട് പേജുകൾ എന്തിനാ ചെലവഴിക്കുക എന്നറിയോ? ഈ തൗഹീദ് റുബൂബിയത്ത് സ്ഥിരപ്പെടുത്താനാണ്. വാസ്തവത്തിൽ അതങ്ങനെ സ്ഥിരപ്പെടുത്തേണ്ട ഒരു വിഷയം തന്നെയല്ല. കാരണം അത് മനുഷ്യന്റെ പ്രകൃതത്തിലുള്ളതാണ്. എല്ലാവരും സമ്മതിക്കുന്നൊരു വിഷയമാണിത്. ഏത് മുശ്രിക്കീങ്ങളും അല്ലാത്തവരൊക്കെ നിരീശ്വരവാദികളാണെന്ന് പല താല്പര്യത്തിന് വേണ്ടി പറയുന്നവർ പോലും പ്രശ്നങ്ങൾ വരുമ്പോഴൊക്കെ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച അള്ളാഹുവിലുള്ള വിശ്വാസം കൊണ്ട് പുറത്തേക്ക് എടുക്കുന്നതിന്റെ അനുഭവങ്ങൾ എത്രയോ ഉണ്ട്. അതുകൊണ്ട് ഇതിങ്ങനെ തെളിയിക്കുക എന്നുള്ളതല്ല. ഇത് തൗഹീദ് റുബൂബിയത്ത് എന്ന് പറഞ്ഞാൽ സൃഷ്ടാവ്, ഈ ലോകത്തിന് സൃഷ്ടാവുണ്ടെന്നിട്ട് ഈ ലോകത്തിലെ സൃഷ്ടിജാലങ്ങൾ മുഴുവെടുത്തിട്ട് അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട്. ഞാൻ ഇപ്പം അടുത്തൊരു പുസ്തകം കണ്ടു, 380ഓളം പേജ് മലയാളത്തിലെ. അതിലൊക്കെ റുബൂബിയത്ത് തെളിയിക്കാണ് കാര്യമായിട്ട്. ഈ ലോകം നിയന്ത്രിക്കുന്നതിന് പിന്നിൽ ഒരു സംവിധായകനുണ്ട് എന്ന രൂപത്തിൽ. അതേസമയം ഈ ലോകത്തെപ്പറ്റി ചിന്തിക്കാൻ അള്ളാഹ് പറഞ്ഞിട്ടില്ല, ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചിന്തിച്ചാൽ എന്താണ്? നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അള്ളാഹ് ഘടിപ്പിച്ചിട്ടുള്ള നിലീനമാക്കിയിട്ടുള്ള ഈ ബോധം അത് ശക്തിപ്പെടും. എന്തിനാണ്? ഇതൊന്ന് ശക്തിപ്പെടുത്തണം. ഇത് അശ്രദ്ധമായി ജീവിക്കുന്ന ആൾക്കാർക്ക് ഉണർവ് നൽകും, അവരെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കും, പിന്നെ വീണ്ടും വീണ്ടും ചിന്ത കൊടുക്കും. മറ്റൊന്ന്, നല്ല ഈമാനുള്ളവരോ എന്നാൽ അതോടുകൂടി ചിന്ത നിർത്തണം. അല്ല, അവരും നന്നായി ചിന്തിക്കണം. ഈ ലോകത്തെപ്പറ്റി ശരിക്ക് ചിന്തിക്കണം. അതെന്തിനാ? ഈ ലോകത്തിന് പിന്നിലൊരു സൃഷ്ടാവുണ്ട് എന്നറിയാൻ വേണ്ടി മാത്രമല്ല. ഇത് ഇവൻ മാത്രമാണ് ഇതൊക്കെ ചെയ്തത്, എങ്കിൽ അവന് മാത്രമേ ഇബാദത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇത് പരസ്പരം ബന്ധിതാണ്. റുബൂബിയത്തിന്റെ തൗഹീദും ഉലൂഹിയത്തിന്റെ തൗഹീദും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ലോകം നിയന്ത്രിക്കുന്ന അള്ളാഹ് മാത്രമാണെങ്കിൽ, ലോകത്തെ സൃഷ്ടിച്ചത് അള്ളാഹു മാത്രമാണെങ്കിൽ, നമുക്ക് റിസ്ക് നൽകുന്നത് അള്ളാഹ് മാത്രമാണെങ്കിൽ, ആകാശത്ത് നിന്ന് മഴ നൽകുന്നത് അള്ളാഹ് മാത്രമാണെങ്കിൽ, ഇങ്ങനെ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അതൊക്കെ റബ്ബ് മാത്രമാണെങ്കിൽ പിന്നെ റബ്ബിനെ മാത്രം ആരാധിക്കാൻ പാടുള്ളൂ. അതാണ് ഈ ഉലൂഹിയത്തും റുബൂബിയത്തും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടാണ് പരിശുദ്ധ ഖുർആൻ ഈ കാര്യം പറയുന്നത്. അപ്പൊ ലോകത്തിനൊരു സൃഷ്ടാവുണ്ടെന്ന് അറിയിക്കലല്ല, മറിച്ച് എല്ലാവരും സമ്മതിക്കുന്നുണ്ടല്ലോ, എങ്കിൽ പിന്നെ അശ്രദ്ധ പാടില്ല. റബ്ബിനെ പറ്റിയുള്ള ബോധം കൂടണം. വേറെ ചിലർ അശ്രദ്ധ കാണിച്ചിട്ട് ആ അള്ളാഹ് ഊട്ടിയുറപ്പിച്ച ആ പ്രകൃതി തെന്നി മാറി ശിർക്ക് ചെയ്യുന്നുണ്ട്. ശരിക്ക് ലോകത്തെപ്പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ അവന് ശിർക്ക് ചെയ്യുന്ന ആളായി മാറൂല. അവന് ശുദ്ധമായ തൗഹീദ്, അവന് ശുദ്ധ പ്രകൃതിയിലേക്ക് തിരിച്ചു പോകും. അതുകൊണ്ട് ഈ ലോകത്തെപ്പറ്റി ചിന്തിക്കാൻ ഇഷ്ടംപോലെ പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. ഒരുപാട് ചിന്ത തന്നെ ഒരു ഇബാദത്താണെന്നാ പറഞ്ഞു. ഇബാദത്താണ്, ഇത്ര സ്ഥലത്താണ്. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ സത്യവിശ്വാസികളായിരിക്കും ഏറ്റവും കൂടുതൽ ഈ സൃഷ്ടിജാലങ്ങളെപ്പറ്റി ചിന്തിക്കാം. ഒന്ന് ഖുർആനെപ്പറ്റി ചിന്തിക്കണം, പ്രമാണങ്ങളെപ്പറ്റി നന്നായി ആലോചിക്കണം. മറ്റൊന്ന് ഈ ലോകത്തെപ്പറ്റി ചിന്തിക്കണം. അങ്ങനെ റബ്ബിനെ പറ്റി ചിന്തിച്ചാൽ ഈമാൻ കൂടും, റബ്ബുമായുള്ള ബന്ധം വർദ്ധിക്കും. നല്ല ആലോചിക്കണം, നന്നായി ചിന്തിക്കണം. ഈ ലോകത്തിലെ സൃഷ്ടിജാലങ്ങളെ പറ്റിയൊക്കെ ചിന്തിച്ചാൽ നമ്മുടെ റബ്ബിന്റെ മഹാ കഴിവ്, അതിന്റെ മുമ്പിൽ നമ്മളൊന്നുമല്ല. അതുകൊണ്ട് അവന്റെ നിയമം അനുസരിച്ച് ജീവിക്കല്ലാതെ എന്നെ വേറെ ഒരു മാർഗവും എന്റെ മുമ്പിലില്ല. അപ്പൊ റബ്ബിനെ പറ്റി ഒറ്റക്ക് ഓർക്കുന്ന അതിന്റെ പ്രത്യേകതയെപ്പറ്റി പറയുന്ന ഒരു ഹദീസ് നമ്മുടെ മനസ്സിലില്ലേ? 7 കൂട്ടർക്ക് മശ്റാ ലോകത്ത് തണലിട്ട് കൊടുക്കുന്നതിൽ ഒരാളാരാൻ? വറജുൽ, ഒരു മനുഷ്യൻ, ദക്കറല്ലാഹ് ഖാലിയ, അവൻ അള്ളാഹ് എന്ത് ചെയ്തു? ഒറ്റക്ക് ഓർക്കുകയാണ്. ഫഫാവത്ത് ഐനാഹു, അങ്ങനെ അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു. ഒറ്റക്ക് റബ്ബിനെ ഓർക്കുകയാണ്. ഓർക്കും തോറും ഇന്നമൽ മോമിനൂന ഇദാ ദുഃഖിറല്ലാഹു വജിലത്ത് ഖുലൂബുഹും, മോമിനീങ്ങൾ എന്ന് പറഞ്ഞ ആരാണ്? അവരല്ലാഹനെ ഓർത്ത് അവരുടെ ഹൃദയം, അവർ റബ്ബിനെ ഓർക്കുവര്. അപ്പൊ അവർക്ക് ഈമാൻ ഇങ്ങനെ വർദ്ധിക്കുകയാണ്. അതാ വൈദാ തുലിയത്ത് അലൈഹിം ആയാത്തു സാദത്തും ഈമാന, അള്ളാഹിന്റെ ആയത്തുകൾ ഓതിക്കൊടുത്താലോ ഈമാൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഈമാൻ നിരന്തരം വർദ്ധിക്കുന്ന ഒന്നാണ്. അങ്ങനെ വർദ്ധിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ് അള്ളാഹു ഈ ലോകത്ത് നിക്ഷേപിച്ചിട്ടുള്ള സൃഷ്ടിജാലങ്ങളെപ്പറ്റി നിരന്തരമായി ആലോചിക്കുക എന്നുള്ളത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, സൂറത്ത്
ആലിമ്രാനിൽ 190 191 ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദ്, തീർച്ചയായും ആകാശങ്ങളുടെ ഭൂമിയുടെ സൃഷ്ടിപ്പിലുണ്ട്. വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, അതുപോലെ രാത്രിയുടെ പകലിന്റെ മാറി മാറി വരലിലും ആയാത്തിൻ ദൃഷ്ടാന്തങ്ങളുണ്ട്. ലിഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവർക്ക്. അവരെന്താ ചെയ്യാം? അല്ലദീന യദ്കുറൂന അല്ലാഹ്, അവരല്ലാഹനെ ഓർക്കും. ഖിയാമൻ, നിന്നിട്ടും ഓർക്കും. വഖൂദൻ, ഇരുന്നിട്ടും. വഅലാ ജുനൂബിഹിം, കിടന്നിട്ടും. മനുഷ്യനാകെ ഈ 3 അവസ്ഥയുള്ളൂ. ഒന്നുകിൽ നിൽക്കുക, അല്ലെങ്കിൽ ഇരിക്കുക, അല്ലെങ്കിൽ കിടക്കുക. അപ്പൊ ഏറ്റവും കൂടുതൽ റബ്ബിനെ അറിഞ്ഞവരാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കാൻ. അപ്പൊ റബ്ബിനെ അറിഞ്ഞവരൊക്കെ നിരന്തരമായി ചെയ്യേണ്ട ഈ ലോകത്തെ സൃഷ്ടിജാലങ്ങളെ പറ്റി ആലോചിക്കുക. അപ്പൊ റബ്ബിന്റെ മഹാകഴിവിനെ പറ്റി അവർ നിരന്തരം ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കും, നമ്മുടെ നിസ്സാരതയെ പറ്റിയൊക്കെ. വയത്തഫക്കറൂന, പിന്നെ അവർ ചെയ്യുന്ന പണി അവർ ചിന്തിക്കും. അതെന്നെ പറയാം, ഫീ ഖൽഖി സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെ ഭൂമിയുടെ സൃഷ്ടിപ്പിനെ പറ്റി അവർ ചിന്തിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അവർ പറയും, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, ഞങ്ങളുടെ റബ്ബേ, ഇതൊന്നും നീ വൃഥാ സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക, നീ പരിശുദ്ധനാണ്. അപ്പൊ റബ്ബിന്റെ വലിയ കഴിവുകൾ ഓരോന്നും ഇവർക്ക് ഇങ്ങനെ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നല്ല ഭക്തി ഉണ്ടാവണമെങ്കിൽ, സൃഷ്ടാവ് പറഞ്ഞ നിയമത്തിന് കീഴ്പ്പെടണമെങ്കിൽ അതിനുള്ള ഒരു പണി സത്യവിശ്വാസികൾ ചെയ്യുന്നൊരു പണി പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞത്. ഫഖിന അദാബന്നാർ, അതുകൊണ്ട് നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ. ഈ പ്രാർത്ഥനക്കൊക്കെ വലിയ മഹത്വമുണ്ട്. അങ്ങനെ സൃഷ്ടികളെപ്പറ്റി ആലോചിച്ചിട്ട് ഈമാവർദ്ധിച്ച് റബ്ബിനോട് രക്ഷപ്പെടുത്താൻ വേണ്ടി, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ രക്ഷ അവിടെ കൊടുക്കും. അതിനെ അത് പ്രത്യേകം എടുത്ത് പറയുന്നു. അപ്പൊ നമ്മളോട് പല മേഖലയിൽ ഈ ലോകത്തുള്ള സൃഷ്ടിജാലങ്ങൾ എങ്ങനെയാണ്, അത് പല വകുപ്പായിട്ട് തിരിച്ച എല്ലാ വകുപ്പിലും നമ്മളോട് ആലോചിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ? ഒരു സുന്നത്തായ കാര്യമില്ലൽക്കല്ല. പല വിഷയത്തിലും ചിന്തിക്കാൻ ഖുർആൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചില ഭാഗങ്ങൾ വിശദീകരണങ്ങളൊന്നുമില്ലാതെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങളെ കേൾപ്പിക്കണം. ഒന്ന്, ആകാശലോകത്തെപ്പറ്റി ചിന്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് ഖാഫ് 6-ാമത്തെ വചനം, അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ അഫലം യൻദുറു ഇല സമായി ഫൗഖഹും, അവരുടെ മുകളിലുള്ള ആകാശത്തിൽ അവർ നോക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ? കൈഫ ബനൈനാഹ, എങ്ങനെയാണ് നമ്മൾ അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത്? വസയ്യനാഹ, നമ്മൾ എങ്ങനെയാണ് അലങ്കരിച്ചത്? ഇത് ഏത് നാടൻ മനുഷ്യനും മുകളിലേക്ക് നോക്കിയാൽ ചിന്തിക്കാൻ പറ്റും.
ഇതിന് കുറേ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അവിടെ പോകണം ഇവിടെ പോകണമെന്നില്ലല്ലോ. ഏതൊരാൾക്കും ഈ ലോകത്തിലെ സൃഷ്ടികളിലെ അത്ഭുതം ദർശിക്കാൻ കഴിയുമ്പോൾ ഒരു സംശയവുമില്ല. വമാ ലഹാ മിൻ ഫുറൂജ്, അതിനുകൊണ്ടാണ് അവർ ചിന്തിക്കാത്തത്. അപ്പൊ സുന്നത്തായ ഒരു കാര്യം നിലനിൽക്കുക, ചിന്തിക്കണം എന്നാ പറയുന്നു ലോകത്തെ പറ്റി. അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാഖ, അടുക്കുകളായി 7 ആകാശത്തെ സൃഷ്ടിച്ചവൻ. മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്ത്, റഹ്മാന്റെ സൃഷ്ടിപ്പിൽ യാതൊരു ഏറ്റക്കുറവും താങ്കൾക്ക് കാണാൻ കഴിയില്ല. ഫർജിൽ ബസറ, വീണ്ടും വീണ്ടും നോക്കിക്കോളൂ, വീണ്ടും നോക്കാൻ. അൽ തറാമിൻ ഫുത്തുർ, വല്ല വിടവും കാണുന്നുണ്ടോ? സുമർജിൽ ബസറ കറത്തേനി, വീണ്ടും 2 പ്രാവശ്യം ആകാശലോകത്തിലേക്ക് അള്ളാന്റെ സൃഷ്ടി ബസർ കാഴ്ച തിരിച്ചു വരും. വല്ല തകരാറും കണ്ടെത്താൻ വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ ഒന്നും കാണുക. അതുകൊണ്ട് ഇങ്ങനെയാണ് നമ്മൾ അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് അലങ്കരിച്ചത്? ഇത് ഏത് വിശ്വാസം ശക്തിപ്പെടുത്താൻ വേണ്ടി മനുഷ്യൻ വെള്ളമായി ചിന്തിക്കണം എന്നർത്ഥം. ഏതൊരു അനുഗ്രഹം കിട്ടുമ്പോഴും ആ അനുഗ്രഹം പോകുമ്പോൾ നമുക്ക് അതിന്റെ വില മനസ്സിലാവും. ഏത് വിഷയമാണെങ്കിലും. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവം കേടുവന്നു നിൽക്കുക, അനുഗ്രഹം ഇങ്ങനെ ആയിട്ട് പോകുമ്പോൾ അതിന്റെ വില ചിന്തിക്കില്ല ആൾക്കാർ. ഏതെങ്കിലും നഷ്ടപ്പെടുക, ആ നേരം അതിന്റെ വില മനസ്സിലാവും. ഏതാണ് കരണ്ട് പോയാൽ എന്ന് പറയുന്ന മാതിരി ഇതുപോലെ ഓരോ നമ്മൾ ഈ ലോകത്ത് അനുഭവിക്കണം. ചെറിയ ബുദ്ധിമുട്ട് ഈ പ്രശ്നങ്ങൾ, ചന്ദ്രൻ ഉദിക്കുന്നില്ല, അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ. ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു. എന്താ പറയുന്നത്? പിന്നെ സൂറത്തു ഖസസിൽ 70 മുതൽ 73 വരെ വഹുവല്ലാഹ്, അവനാണ് അല്ലാഹു, ലാ ഇലാഹ ഇല്ലാഹുവ, അവനല്ലാതെ ആരാധ്യനേയില്ല, ലഹുൽ ഹംദു, അവനാണ് സർവസ്തുതി, എല്ലാ സ്തുതിക്കും അർഹൻ അല്ലാഹുവാണ്. അത് ലോകത്തെപ്പറ്റി ചിന്തിക്കുന്നവർ കൂടുതൽ കൂടുതൽ ബോധ്യം. ഫിൽ ഊലാ വൽ ആഖിറ, ദുനിയാവിലും പരലോകത്തിലും സർവസ്തുതിയും അല്ലാഹുവിനാണ്. വലഹുൽ ഹുക്കുമു, വിധികർത്തൃത്വം അവനാണ്. അവന്റെ വിധി അനുസരിച്ചാണ് ജീവിക്കേണ്ടത്, അവനവന് തോന്നുന്നതനുസരിച്ചല്ല. വഇലൈഹി തുർജഊൻ, അവനിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. എന്നിട്ട് പിന്നെ പറയാം, ഖുൽ പറയുക, അറഅയ്തും, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, ഇൻ ജഅലല്ലാഹു, മുതൽ പകലില്ല, സൂര്യൻ ഉദിക്കുന്നില്ല എങ്കിൽ, മൻ ഇലാഹും ഗൈറുല്ലാഹ് യഅതീകും ബിൽളിയാ, നിങ്ങൾക്ക് പ്രകാശം കൊണ്ടുവരാൻ വേറെ ഏത് ഇലാഹാണ് ഇവിടെയുള്ളത്? ധാരാ ചിന്തിക്കുക. എന്നൊരു അനുഗ്രഹം ഇങ്ങനെ കിട്ടുമ്പോൾ അതനുസരിച്ച് ഇങ്ങനെ പോവുകയാണ്. ഇതൊക്കെ അതിന്റെ സർവീസ് ഒന്ന് ബ്രേക്ക് ചെയ്താൽ ആരാണിത് പിന്നെ തുടർന്ന് അതിനെ അവസ്ഥയിലേക്ക് എത്തിക്കുക? ഇതിനെപ്പറ്റി ആരോ ചിന്തിക്കുന്നുണ്ടോ? അഫലാ തസ്മഊൻ, നിങ്ങൾ കേട്ട് മനസ്സിലാക്കുന്നില്ലേ? ഖുൽ പറയുക പ്രവാചകരെ, അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കും അൻ-നഹാറ സർമദ, അതുപോലെ പകൽ എന്നും പകൽ തന്നെ ആ രൂപത്തിൽ അള്ളാഹ് നിങ്ങളുടെ മേൽ നിശ്ചയിച്ചിരുന്നുവെങ്കിൽ ഖിയാമത്ത് വരെ, മൻ ഇലാഹുൻ ഗൈറുല്ലാഹ്, അള്ളാഹ് അല്ലാതെ വേറെ ഏത് ഇലാഹാണ്, യഅതൂകും ബില്ലൈലിൻ തസ്കുനൂന ഫീ, നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ള രാത്രി പിന്നെ ഏത് ഇലാഹാണ് നിങ്ങൾക്ക് കൊണ്ടു തരിക? അപ്പൊ ഇതൊക്കെ റബ്ബാണെന്ന് സമ്മതിച്ചാൽ പിന്നെ ആ റബ്ബിന് മാത്രമേ ഇബാദത്ത് കൊടുക്കാൻ പാടുള്ളൂ. ആ റബ്ബിനോടുള്ള ബാധ്യത നിർവഹിക്കുന്ന വേണം. അവന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതിൽ യാതൊരു തകരാറും വരുത്താനും പാടില്ല. ഇനി അള്ളാഹ് നമ്മോട് ചിന്തിക്കാൻ പറയുന്നത് വേറൊരു മേഖലയാണ്. എന്താണത്? വെള്ളത്തെപ്പറ്റിയാണ്, മഴയെപ്പറ്റി ചിന്തിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഇരുന്ന് ചിന്തിക്കാൻ വകുപ്പുള്ള വിഷയമാണ്. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ, മേഘത്തിൽ നിന്ന് അതിനെ ഇറക്കുന്നത് നിങ്ങളോ? അം നഹ്നുൽ മുൻസിലൂൻ, അതോ നമ്മളാണോ അത് ഇറക്കുന്നത്?
സൂറത്ത് വാക്യ 68-69. അപ്പൊ ഈ വെള്ളം ആകാശ ലോകത്ത് നിന്ന് ഇറക്കുന്നത് ആരാ? മനുഷ്യന്മാർ കഴിയുന്നതിന്. പെയ്ത മഴയെ സംഭരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ ചെയ്യുമ്പോൾ അതൊരു പരിഹാസ്യമായ പണിയാൻ തോന്നലുണ്ട്. ഇത് ജലസംഭരണി എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് സർക്കാരിന്റെ എല്ലാത്തൊക്കെ ചെലവിൽ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ സംഭരിച്ചു വെക്കാൻ. ആ ജലം സംഭരിച്ചാൽ അത് മഴക്കാലം കഴിയുന്നതിന് മുമ്പേ നൈത്ത വെള്ളം കഴിഞ്ഞു പോലെ സാധാരണ. അത് നമ്മൾ വേനൽക്കാലത്തിന് അത് ഉപയോഗിക്കാൻ പറ്റലുണ്ടോ? ഒരുപാട് കോടിക്കണക്കിന് ഉറുപ്പ്യന് സ്കൂളുകളിലും പല സ്ഥലത്തും ചെലവഴിച്ച് നമുക്കറിയാം. അപ്പൊ അള്ള തന്നെ ആകാശത്ത് വെള്ളം തരും വേണം, ഭൂമിയിൽ അള്ള തന്നെ സംരക്ഷിക്കും വേണം. നമ്മളൊക്കെ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. ഈ ജലം അള്ള തന്നെ ഇറക്കി തരും വേണം. നമുക്ക് വേണ്ടി റബ്ബിനെ സംരക്ഷിക്കും വേണം. അത് റബ്ബിനോട് തന്നെ നമ്മൾ ചോദിക്കണം. ഇതിനെ കുറച്ച് മുമ്പ് ഒരു കൃത്രിമമായ പറ്റിയൊക്കെ കേട്ടിരുന്നു നമ്മൾ. കൃത്രിമ മഴ. അതെന്താ? അന്തരീക്ഷക്ക് എന്തോന്ന് ഒഴിക്കലാണ് അത്ര. എന്തോ ഒരു സാധനം, എന്തോ ഒരു രാസപദാർത്ഥം എന്താന്ന് അറിഞ്ഞൂടെ. അങ്ങനെ ഒഴിച്ചപ്പോൾ എവിടെയോ ഓരോ തുള്ളിയൊക്കെ വന്ന് കുറേ മുമ്പ് നമ്മൾ പത്രത്തിൽ വായിച്ചതാണ്. കൃത്രിമ മഴ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എന്താ സംഭവിച്ചത്? പിന്നെ കണക്കെടുത്ത് നോക്കുമ്പോൾ അത് സ്വാഭാവിക മഴയായിരുന്നു. അതല്ല മുകളിലേക്ക് എന്തോ തളിച്ചതിന്റെ ഫലമായിട്ടുണ്ടായ മഴയാണ്. അതെന്നെ തറക്കായി. പിന്നെ അതിന് കോടിക്കണക്കിന് ഉറുപ്പ്യന്റെ നഷ്ടം. ഇത് മുകളിലേക്ക് ഇതിങ്ങനെ തളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിവിടെ ചെയ്യണമെങ്കിൽ എന്ത് വേണമെന്ന് അറിയങ്ങൾ? പിന്നെ അള്ള അവിടെ മേഘം കൊണ്ടുപോയി വെക്കും വേണം. അപ്പോഴവല് ഇതിന്റെ മുകളിലേക്ക് ആക്കി. മനുഷ്യർക്ക് ഇതിന് കഴിയില്ല. നമ്മുടെ അടിസ്ഥാന കാര്യമാണെന്ന് വായു, വെള്ളം, വെളിച്ചം എന്ന് പറയുന്നത്. ഇത് അള്ള തന്നെ തരണം നമുക്ക്. മനുഷ്യന്മാർക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. അത് കിട്ടണേ അത് സൃഷ്ടാവിന്റെ കാര്യത്തിൽപ്പെട്ടതായതുകൊണ്ട് അവനോട് തന്നെ ചോദിക്കണം. മഴ ഇല്ലെങ്കിൽ അവനോട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണ്, അത് ചോദിക്കലാണ്. വരൾച്ച ഉണ്ടെങ്കിൽ വരൾച്ചയിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യേണ്ടെന്നല്ല, അതിന് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യേണ്ട. പക്ഷെ ഇതൊക്കെ റബ്ബിന്റെ കയ്യിലാണ്. മനസ്സിലായി? അപ്പൊ ഏതായാലും ശരി, ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ അതാ ചിന്തിക്കാൻ വേണ്ടി പറയാ. പരിശുദ്ധ ഖുർആൻ പറയാ, ഖുൽ പറയുക പ്രവാചകരെ, സൂറത്ത് മുൽക്കില്, അറായിത്തും ഇൻ അസ്ബഹ മാഉക്കും ഗൗറ, നിങ്ങളുടെ വെള്ളം വറ്റിപ്പോയാൽ ഫമയ്യഅ്തീകും ബിമാഇൻ മഈൻ, ശുദ്ധമായ വെള്ളം ആര് കൊണ്ടുവന്ന് തരും? ഇത് റബ്ബല്ലാതെ വേറൊരു മാർഗമില്ലതിന്. അള്ളാഹുവിനോട് ചോദിക്കേണ്ട വിഷയം. ഇങ്ങനെ ലോകത്ത് എന്തെല്ലാം അത്ഭുതങ്ങളുണ്ടോ അതൊരുപാടുണ്ട്. അതിനെപ്പറ്റിയൊക്കെ അതാ ചിന്തിക്കാൻ വേണ്ടി ഖുർആൻ പറയാം. അവർ സുന്നത്താണെന്ന് വിചാരിക്കേണ്ട ചിന്തിക്കല്. ഈ ചിന്ത തഫക്കുർ ഇബാദാണ്, ഇബാദത്താണ്. നല്ല കൂലി കിട്ടുന്നതിന്. അതാ ഒറ്റക്ക് ചിന്തിച്ചിട്ട് കരഞ്ഞിട്ട് നാളെ മഹ്ശറാ ലോകത്ത് തൊട്ടുമുകളിൽ സൂര്യൻ നിൽക്കുമ്പോൾ തണല് കിട്ടുന്ന കാര്യമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി നമ്മുടെ കാർഷിക രംഗം അത് ചിന്തിക്കണ്ടേ? അത് ചിന്തിക്കണം. ഇതൊക്കെ മനുഷ്യനെ എപ്പോഴും അവൻ ഇടപഴകുന്ന കുറെ വിഷയങ്ങൾ, അതിലൊക്കെ നന്നായി ചിന്തിക്കാൻ പറയാം. അഫറായിത്തും മാ തഹറുസൂൻ, നിങ്ങൾ കൃഷി ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ആ അൻതും തസ്റഊനു, നിങ്ങളാണോ അതിനെ മുളപ്പിച്ച് കൃഷി ചെയ്യുന്നത്? ആമിന അഹ്ലുസ്സാരി, അതോ നമ്മളോ? നമുക്കൊരു കർഷകനുള്ള പങ്കെന്ന അള്ള തന്ന വിത്ത് ഭൂമി കൊണ്ടുപോയിടുക. പിന്നെ അതിന് വെള്ളം വേണം, വായു വേണം, സൂര്യപ്രകാശം വേണം. ഇതൊക്കെ എവിടുന്നാ കിട്ടുക? ഇതൊക്കെ അള്ള തരുന്നതാണ്. പിന്നെ അത് മുളച്ചു വരുന്നതിനെ പറ്റി ഇതാ പറയാം, ഫൽ യൻദുറിൽ ഇൻസാനു ഇലാ ത്വആമിഹി, മനുഷ്യൻ ചിന്തിക്കട്ടെ. അപ്പൊ ചിന്തിക്കണം. നമ്മുടെ പൂർവികരൊക്കെ നന്നായി ചിന്തിച്ചത്. ചില സാമ്പിൾ ഞാനിവിടെ പറഞ്ഞത് നന്നായി ചിന്തിക്കലുണ്ടായിരുന്നവര്. നമ്മുടെ വലിയ ആധികാരിക പണ്ഡിതന്മാരൊക്കെ ഒറ്റയ്ക്കിരുന്ന് കുറച്ചു നേരം റബ്ബിന്റെ സൃഷ്ടിജാലങ്ങളെപ്പറ്റി ചിന്തിക്കാന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമായിട്ട് കണ്ടിരുന്ന ആൾക്കാരാണ്. അവർ ചിന്തിച്ചത് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. ഫൽ യൻദുറിൽ ഇൻസാനു ഇലാ ത്വആമി, മനുഷ്യൻ അവൻ കഴിക്കുന്ന ഭക്ഷണത്തെപ്പറ്റി ചിന്തിക്കട്ടെ. അന്നാ സബബ്നൽ മാ സബ്ബ, ആ കൃഷിക്ക് ഭക്ഷണം കഴിക്കണ്ടല്ലോ, അത് കൃഷി ചെയ്തിട്ടാണ്. അതിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു മുകളിൽ നിന്ന്. തുമ്മ ശക്കക്കിനല്ലാറുള്ള ശക്ക, പിന്നെ ഭൂമിനെ പിളർത്തി കൊടുത്തു. ഭൂമിയെ പിളർത്ത അതിന്റെ മുളച്ചിങ്ങനെ വരുമ്പം ഭൂമിയൊക്കെ പിളർന്നു നിൽക്കണം. അതൊക്കെ റബ്ബ് ചെയ്തു കൊടുക്കുകയാണ്. ഇതൊന്നും മനുഷ്യന്മാർ ചെയ്യുന്നില്ല. ഫഅംബത്നാ ഫീഹാ ഹബ്ബ, അങ്ങനെ അതിൽ നമ്മൾ ധാന്യങ്ങളും ഇനബം വഖൽബ, മുന്തിരിയും അതുപോലെ പച്ചക്കറികളും വസൈത്തൂനം വനഖല, ഒലിയും ഈത്തപ്പനയും വഹദായിക ഉൽബ, ഇടതൂർന്നു നിൽക്കുന്ന തോട്ടങ്ങളും ഫാക്കിഹത്തൻ, പഴങ്ങളും അബ്ബ, പുല്ലുകളും. ഇതൊക്കെ ആരാ കൃഷി ചെയ്തുണ്ടാക്കുന്നത്? ഇതിലൊന്നും കർഷകർക്ക് ഒരു പങ്കുമില്ല.
അള്ള തന്ന് വിത്തവിടെ കൊണ്ടുപോയി ഇടുന്നു, വേറെന്തൊക്കെ ചെയ്യുന്നല്ല. അതുകൊണ്ട് സാധനം ഉണ്ട്, അതൊക്കെ അള്ള ചെയ്യാൻ. അത് മത്താലിലേക്കും വലിയ അനാമിക്കും. ഇതെന്തിനാ അള്ള അങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾക്കുള്ള ഭക്ഷണം, വിഭവം, അതുപോലെ നിങ്ങളുടെ കന്നുകാലികൾക്കുള്ള വിഭവം എന്ന നിലക്കാണ്. അപ്പൊ കാർഷിക രംഗം നല്ലോ ആലോചിക്കാവുന്ന വിശാലമായ മേഖലയാണ്. പിന്നെയോ അന്തരീക്ഷത്തിലൂടെ പറക്കുന്ന പക്ഷികളെപ്പറ്റി ചിന്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയാണ് ചിന്തിക്കണം. അവലം യറൂ, അവർ നോക്കുന്നില്ലേ എങ്ങോട്ട്? ഇലത്തൊരി പക്ഷികളിലേക്ക്. ഫൗക്കഹും, അവരുടെ മുകളിലൂടെ പറക്കുന്ന. സോഫാത്തിം വയഖ്ബിദിന, എങ്ങനെ? പിന്നെ ചിറകുകൾ വിടർത്തിക്കൊണ്ടും ചിറകുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ടുമൊക്കെ പറക്കുന്ന പക്ഷികൾ. മാ യുംസികുന്ന ഇല്ല റഹ്മാൻ, അതിനെ പിടിച്ചു വെക്കുന്നത് റഹ്മാൻ മാത്രമാണ്. ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ, എല്ലാറ്റിനും കണ്ടറിയുന്നവൻ അത്രേ അല്ലാഹു സുബ്ഹാനഹു വ തആല. പക്ഷികളെപ്പറ്റി ചിന്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷികളെപ്പറ്റി ആലോചിക്കണം. പക്ഷികളൊക്കെ അത്ഭുത ലോകം തന്നെയാണ്. അതിനെപ്പറ്റി ഏത് നാടനും ചിന്തിക്കാം. നന്നായി ശാസ്ത്രീയ പഠിച്ച് അങ്ങനെ ചിന്തിച്ചാൽ കുറേ വിവരം കിട്ടും. അല്ലാത്തവർക്കും ഇതിലെല്ലാം അത്ഭുതങ്ങൾ ദർശിക്കാൻ കഴിയും. പക്ഷിയെപ്പറ്റി ഇമാം ഇബ്നുൽ ഖയ്യിം പറയാം. ഒരു പക്ഷിയെപ്പറ്റി വഹാദൽ ഹുദ്ഹുദ്, ഹുദ്ഹുദ് എന്ന പക്ഷിയെ പറ്റി പറയാം. മിൻ അഹ്ദൽ ഹയവാൻ, ഏറ്റവും ഹിദായത്ത് കിട്ടിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ സൃഷ്ടികൾക്കും അതിന്റെ സൃഷ്ടിപ്പ് നൽകുകയും പിന്നെ ഇവിടെ ജീവിക്കാനുള്ള അതിനുള്ള മാർഗദർശനമൊക്കെ നൽകിയിട്ടുണ്ടല്ലോ. വാബുസരിഹി, ഏറ്റവും കാഴ്ചയുള്ള. ബി മവാദിയിൽ മാ, വെള്ളം എവിടെയുള്ളതെന്നൊക്കെ നന്നായി അറിയുന്ന ഒരു പക്ഷിയാണ് ആര്? ഹുദ്ഹുദ്. ഇത് ഇവര് ഗവേഷണം നടത്തിയതാ. ആര്? ഇമാം ഇബ്നുൽ ഖയ്യിമിന്റെ ഗവേഷണം പറയണേ. വമിൻ ഹിദായത്തിഹി, പിന്നെ പറയണം. ഇനി അതിന്റെ ഹിദായത്ത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് പറയാം. മാ ഹഖല്ലാഹു തആല, അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണത്? പക്ഷിയെപ്പറ്റി. അത് പക്ഷികളുടെ ഒരു പ്രതീകം നിലനിൽക്കാൻ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. എല്ലാ പക്ഷികളും ഇങ്ങനെ ബോധങ്ങളുണ്ടാവും. എന്താണ് ഇവിടെ അള്ളാഹ് പറയണം? സുലൈമാൻ അലൈഹി സ്വലാമിന്റെ കഥ പറഞ്ഞു തന്നപ്പം ഈ പക്ഷി അദ്ദേഹത്തിന്റെ സൈന്യത്തിൽപ്പെട്ട പക്ഷിയാണ്. പക്ഷികളും മറ്റുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ സൈന്യത്തിലുണ്ടായിരുന്നു. അങ്ങനെ പക്ഷിയെ കാണുന്നില്ല, ഹുദ്ഹുദിനെ. ആ നേരം അദ്ദേഹം ഭീഷണിപ്പെടുത്തി. തഫഖദത്വൈർ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ട് ലഅദിബന്നഹു അദാബൻ ശദീദ, അവനോട് വന്നാൽ നല്ല ശിക്ഷ കൊടുക്കും. കാരണം അച്ചടക്കലംഘനം നടത്തിയിട്ടുണ്ട്. സൈന്യങ്ങളെ നോക്കുമ്പോൾ ഹുദ്ഹുദിനെ കാണാനില്ല. ആ നേരം ഹുദ്ഹുദ് വന്നു. അപ്പൊ ഉദുർ ബോധിപ്പിക്കുകയാണ്. ഇതെങ്ങനെ ബോധിപ്പിക്കുന്നത്? ഇതൊക്കെ അപ്പൊ സുലൈമാൻ അലൈഹിസ്സലാമിന്റെ പ്രതികരണവും മുഖഭാവമൊക്കെ പക്ഷിക്ക് മനസ്സിലായി എന്നല്ല എൻ്റെ അർത്ഥം. അഹത്തു ബിമാലം തുഹിത്തു ബിഹി, നിങ്ങളറിയാത്ത കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടെന്നാ പക്ഷി പറയുന്നത്. ജീത്തുകമീൻ സബയും ബിനബയ്യക്ക്, ഞാൻ സഭയിൽ നിന്ന് വരികയാണ്. നല്ല കൃത്യമായി വിവരിച്ചാണ് വരുന്നത്. അന്ന് പറഞ്ഞാൽ അവിടുത്തെ രാജ്ഞി, അവരൊക്കെ അവിടുത്തെ ജനങ്ങളും വജത്തുഹാവ കൗമായ യസ്ജുദൂന ലിശംസ്, അവർ സൂര്യനെ ആരാധിക്കുക ചെയ്യണം. അവർക്ക് ഈ സൂര്യനെ സൃഷ്ടിച്ച, ലോകത്തെ സൃഷ്ടിച്ച റബ്ബിന് സുജൂദ് ചെയ്താൽ പോലെ. അപ്പൊ ഇതൊക്കെ ഇതിനെപ്പറ്റിയൊക്കെ അപ്പൊ അവർ ശിർക്ക് ചെയ്യുന്നതിനെപ്പറ്റി ബോധമുള്ള പക്ഷി. എന്നിട്ട് അവർ ചെയ്യേണ്ടത് അതല്ല, റബ്ബിനോട് നന്ദി കേട് കാണിക്കണം അവർ ചെയ്യുന്നത്. നന്ദി കാണിക്കണം, റബ്ബിന് സുജൂദ് ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഏത്? ഈ പക്ഷിയെ പറ്റിയപ്പോൾ ഈ പറയുന്നത്. ഇതിപ്പോ പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞതാണ്. അതുപോലെ പ്രാവിനെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ശിഫാഉൽ അലീൽ എന്ന പുസ്തകത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നീട്ടി ഈ ലോകത്തിലെ സൃഷ്ടിജാലങ്ങളെപ്പറ്റി ഇങ്ങനെ പരിചയപ്പെടുത്തുക. അതിൽ പ്രാവിനെ പറ്റി ഹാദൽ ഹമാമിൻ അജമിൽ ഹയവാൻ, ഏറ്റവും അത്ഭുതകരമായ ജീവികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പക്ഷിയാണ് ഇത്? പ്രാവ്. എന്നിട്ട് ഹത്താ ഖാല ഷാഫി, ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട്. ഇമാം ഷാഫി പ്രാവിനെ പറ്റി പറയണം. ആഖലു ത്വയ്ർ, പക്ഷികളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയുള്ളത്. ഇതെങ്ങനെയാണ് ഷാഫി പറയാ? ഷാഫി ഒഴിഞ്ഞിരിക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് അള്ളാന്റെ സൃഷ്ടികളെ പറ്റിയിട്ട്. എന്നിട്ടോ ബുർദുൽ ഹമാം ഹിയല്ലത്തി തഹമിലുർ റസായിൽ, പിന്നെ അദ്ദേഹം പറയണം ഈ പ്രാവ് കത്തുകൾ കൊണ്ടുപോകുന്ന കാര്യമൊക്കെ അദ്ദേഹം പറയണം. കത്തുകൾ വഹിക്കുക. വൽ കുത്തു, പുസ്തകങ്ങളും. റുബ്ബമാ സാദത്ത് ഖീമത്തു ത്വയ്ർ മിൻഹാ അലാ ഖീമത്തിൽ മംലു, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആ കാലഘട്ടത്തിൽ പ്രാവിനത് ഉപയോഗിച്ചത് കൊണ്ട് ഒരടിമനെ വാങ്ങുന്നതിനേക്കാൾ പൈസ
ഈ വിഷയം ഈ കാര്യത്തിന് ഉപയോഗിക്കുന്ന പ്രാവുകൾക്ക് കൊടുക്കേണ്ടി വന്നിരുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് പ്രാവിന്റെ ഓരോ കാര്യങ്ങൾ അവരിങ്ങനെ വിശദീകരിക്കുകയാണ്. വൽഹമ മൗസൂഫും ബിൽ യുംനി വൽ ഉൽഫിലിന്നാൻ, ഒരനുഗ്രഹത്തിന്റെ അടയാളമായിട്ടൊക്കെ പ്രാവിനെ ജനങ്ങൾ കാണാറുണ്ട്. ജനങ്ങളുമായി വളരെ ഇണക്കമുള്ളത്. യുഹിബുന്നാസ, ജനങ്ങളെ അതിനിഷ്ടമാണ്. അതുപോലെ ജനങ്ങൾ അതിനെയും ഇഷ്ടപ്പെടുന്നു. യസ്ബുത്തു അലൽ ലഹരി വൽ വഫ, കരാർ പാലിക്കുന്ന വിഷയത്തിലും അത് അത്ഭുതമാണ്. വൈദ അസായിലേഹി, അതിന്റെ ഉടമസ്ഥൻ മോശമായി പെരുമാറിയാലും ഉടമസ്ഥനോട് കരാർ പാലിക്കും. വയൗദു ഇലൈഹി മിൻ മസാഫാത്ത് ബഈദ, കുറേ ദൂരത്തുനിന്ന് തന്നെ തന്റെ യജമാന്റെ അടുത്തേക്ക് തിരിച്ചു വരും. റുബ്ബമാ സുദ്ദ, ചിലപ്പോൾ അതിന് വേറെ വല്ല സാങ്കേതിക തടസ്സങ്ങളും വന്നു, എങ്ങനെയെങ്കിലൊക്കെ അതിനെ പിടിച്ചു വെക്കുകയൊക്കെ ചെയ്താൽ, അങ്ങനെ 10 കൊല്ലം നാട്ടിൽ നിന്ന് മാറി ജീവിച്ചാലും പിന്നെ അവസരം കിട്ടിയാൽ പിന്നെ തന്റെ ഉടമസ്ഥന്റെ അടുത്തേക്ക് അത് വരും, കരാർ പാലിക്കും എന്നൊക്കെ പറഞ്ഞ പ്രാവിനെ പറ്റിയൊക്കെ നമ്മുടെ മുമ്പത്തെ വലിയ ഇമാമിയങ്ങൾ വിശദീകരിക്കാം. ഇമാം ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ പരിശുദ്ധ ഖുർആനിലൊരു വചനം അതിന്റെ വിശദീകരണം പറഞ്ഞപ്പോ, ഏത് അള്ളാഹ് എല്ലാറ്റിനും സൃഷ്ടിച്ചു, അതിന് പറ്റുന്ന സൃഷ്ടിപ്പ് കൊടുത്തു, പിന്നെ ഈ ലോകത്ത് ജീവിക്കാനുള്ള പ്രകൃതവും കൊടുത്തിട്ടുണ്ട് എല്ലാറ്റിനും. അതൊക്കെ ചിന്തിക്കുന്നവർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുള്ള കാര്യം. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ആലയിലെ വല്ലദീ ഖദ്ദറ ഫഹദാം, കണക്കാക്കിയവൻ, എന്നിട്ട് ഓരോ സൃഷ്ടിപ്പിന് കണക്കാക്കി, എന്നിട്ട് ഫഹദ, അതിന് ഹിദായത്ത് നൽകി. ഈ ഹിദായത്ത് യശ്മുൽ ഹിദായ ശറയ്യ വൽ കൗനിയ, ഈ ഹിദായത്ത് ശറയ്യ ഹിദായത്വമാണ്, കൗനിയായ ഹിദായത്വമാണ്. ശറയ്യ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മനുഷ്യന്മാർ നമ്മളെ സൃഷ്ടിച്ചു, നമുക്ക് ശറയ്യ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ ഇമ്മാ കാഫിറൻ ഇമ്മാ ഷാക്കിറൻ ഇമ്മാ കഫൂറ, നമുക്ക് വേണമെങ്കിൽ നന്ദികേട് കാണിക്കാം, നന്ദി കാണിക്കാം. സത്യം അസത്യം ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്, രണ്ടും കാണിച്ചു തന്നിട്ടുണ്ട്. അതാ ശറയ്യ ഹിദായത്ത്, ഏതാ വേണ്ടത് സ്വീകരിക്കാം. ഇനി മറ്റൊന്ന് കൗനിയായതാണ്. കൗനിയായത് അതേത്? മൂസാ അലൈഹിസ്സലാം ഫിറൗനോട് പറഞ്ഞല്ലോ, എന്താ പറഞ്ഞേ? ഫമർ റബ്ബുക്കുമാ യാ മൂസ, മൂസ നിന്റെ റബ്ബ് ആരാണെന്ന് ചോദിച്ചു ഫിറൗൻ. അപ്പൊ റബ്ബുനല്ലദീ ആതാ കുല്ല ശൈഇൻ ഖൽഖഹു, ഞങ്ങളുടെ റബ്ബ് എന്ന് പറയുന്നത് എല്ലാ വസ്തുവിനും അതിന് സൃഷ്ടിപ്പ് നൽകുകയും സുമ്മ ഹദാ, പിന്നെ അതിന് ഹിദായത്ത് നൽകി. അത് ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും മറ്റൊക്കെ ഓരോ ഇന്ന നാട്ടിലാണ് ഒരു ജീവിയെങ്കിൽ ആ നാട്ടിൽ ജീവിക്കാവുന്ന പ്രകൃതം, ഇന്ന പ്രദേശത്തെങ്കിൽ അങ്ങനെ, അതിൽ ഓരോ ഭാഗത്തു നിന്നായിരിക്കും ചിലപ്പോൾ ചിലർ ഭക്ഷണം കഴിക്കുക. ആ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന പ്രകൃതത്തിൽ അതിനെ സൃഷ്ടിച്ചു. എല്ലാറ്റിനും അതിൻ്റെതായ രൂപത്തിലുള്ള പ്രകൃതം നൽകിയവൻ. എന്നിട്ട് അദ്ദേഹം പറയാം ഫത്തിഫുൽ, ഒരു കുട്ടി ഇതാ ഖറജമിൻ ബത്നി ഉമ്മി, ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വന്നാൽ പിന്നെ ആ കുട്ടി മുല കുടിക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ വിചാരിച്ചാൽ ഒരിക്കലും നടക്കൂല. ഈ പ്രകൃതി എവിടുന്ന് അതിന് കിട്ടിയത്? അള്ളാഹ് ഉണ്ടായി കൊടുത്താണ്, ഉറപ്പാണ്. ഒരു പ്രസവിച്ച ഉടനെ ആ കുട്ടി മുല കുടിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്, അത് കുടിക്കുകയാണ്. ഇതെങ്ങനെ കിട്ടിയതാണ്? ആ ഹിദായത്ത് അള്ളാഹു സുബ്ഹാനഹു തആല കൊടുത്തതാണ്. വള്ളുർ ഇല അദനൽ ഹശറാത്ത്, ഈ വലിയ ജീവികളിലേക്ക് പോണ്ട, നമ്മൾ വളരെ നിസ്സാരമായി കാണുന്ന ചില ജീവികളുണ്ടല്ലോ. ഉദാഹരണത്തിന് അന്നംബ്, അദ്ദേഹം പറയാം ഉറുമ്പിനെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. അത് ലാ തസ്നോ ബുയൂത്ത ഇല്ലാ ഫീ മക്കാനി മുർത്തഫി, ഉറുമ്പ് കുറച്ച് ഉയരമുള്ള സ്ഥലത്താണ് അതിന്റെ കൂട് ഉണ്ടാക്കുക, അതിന്റെ വീടുണ്ടാക്കുക. തക്ഷാമിനസുവിൽ, കാരണം വെള്ളം മഴ പെയ്യുമ്പോൾ അതിലേക്ക് വന്നാൽ നേരെ അതിന്റെ കൂട്ടിലേക്ക് വന്നത് തകർക്കാതിരിക്കാനാണ് അത് ചെയ്യുന്നത്. വൈദാ ജാൽ മദ്നാൽ, മഴക്കാലം വന്നാൽ അതിന്റെ ശേഖരിച്ചു വെച്ച കാര്യങ്ങളൊക്കെ ഭക്ഷണങ്ങളൊക്കെ നനയും. നനഞ്ഞാൽ എന്താ ചെയ്യാന്നറിയത്? ആ ഭക്ഷണമായിട്ട് പുറത്തേക്ക് വരും. തഖ്റുജു ബിഹി ഇതാ തൊലത്തി സൂര്യൻ ഉദിച്ചു എന്ന് കണ്ടാൽ അത് ശേഖരിച്ച ഭക്ഷണമൊക്കെ പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ഉണക്കിയെടുക്കും. ഉണക്കിയതിന് ശേഷം വീണ്ടും അതെന്ത് ചെയ്യും? അതിങ്ങോട്ട് തന്നെ കൊണ്ടുവരും. ഈ കാര്യം ഇമാം ഇബ്നു ഖയ്യിം, അതങ്ങനെ തന്നെ അത് അദ്ദേഹം ഇബ്നു ഉസൈമീൻ എടുത്തു കൊടുത്തതാണ്. ഇതേ കാര്യം പണ്ടത്തെ നമ്മുടെ സലഫി പണ്ഡിതന്മാർ ഗവേഷണം നടത്തിയിട്ട് ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ചിട്ട് അവർ എഴുതി വെച്ചതാണ്. അതൊക്കെ നോക്കിയാൽ നമുക്കൊക്കെ മനസ്സിലാവുമല്ലോ. ഉറുമ്പുകളെ പറ്റി ആലോചിച്ച് അവർ ചെയ്യുന്ന അത്ഭുതങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ നോക്കിയിട്ട് തന്നെയാണ് ശാസ്ത്രജ്ഞന്മാരും മറ്റൊക്കെ ഉണ്ടായത്, ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടും ചിന്തിച്ചിട്ടും. അങ്ങനെ ഇദ്ദേഹം ചിന്തിച്ചിട്ട് അവസാനം ഇബ്നുൽ ഖയ്യിം പറയണം, എന്ത് ഇവര് ശേഖരിച്ചു വെക്കുന്ന ഭക്ഷണം അത് മുളക്കുന്നതാണെങ്കിൽ ഉറുമ്പുകൾ അത് കഷ്ണമാക്കി മാറ്റുന്നു. ഇനി 2 കഷ്ണമാക്കിയാൽ 2 കഷ്ണം മുളക്കുന്നതുണ്ടെങ്കിലോ അപ്പൊ അത് 4 കഷ്ണമാക്കി മാറ്റും ഈ ഉറുമ്പുകൾ. ഇതൊക്കെ ഇവർ നോക്കിയിട്ട് റെഡിയാക്കിയതായിരിക്കും. അതൊക്കെ ഇവർ പറയാം യക്ഫീ ഫി ഹിദായത്തിൻ നംല്. എന്നിട്ട് പറയണം അദ്ദേഹം
ഇനിയും ഇതിന്റെ ഹിദായത്ത്, അതിന്റെ മാർഗം, അള്ള കൊടുത്ത അതിന്റെ മാർഗദർശനം, അതൊക്കെ അതിൽ അത്ഭുതം സൂചിപ്പിക്കാൻ ഈ കാര്യം തന്നെ മതി. മാ ഹക്കാഹുല്ലാഹു ഫിൽ ഖുർആൻ, ഖുർആനിൽ അള്ള പറഞ്ഞിട്ടില്ലേ എന്താണ് സുലൈമാൻ അലൈഹിസ്സലാമും സൈന്യവും ഇറങ്ങി പുറപ്പെടുമ്പോൾ ഉറുമ്പ് വിളിച്ചു പറയാൻ, എന്ത് യാ അയ്യുഹൻ നമിൽ, ഉറുമ്പുകളെ, ഉദ്ഖുലൂ മസാകിനക്കും, എല്ലാവരും വീട്ടിൽ പ്രവേശിച്ചോളൂ, ലാ യഹ്തിമന്നക്കും സുലൈമാനു വ ജുനൂദുഹു, സുലൈമാൻ അലൈഹിസ്സലാമും അദ്ദേഹത്തിന്റെ സൈന്യവും നിങ്ങളെ ചവിട്ടി മെതിക്കാതിരിക്കണമെങ്കിൽ എല്ലാവരും അവനവന്റെ വീട്ടിലേക്ക് പോയിക്കോളൂ. അപ്പൊ എന്തൊക്കെ മനസ്സിലാണ് ഉറുമ്പിന്? സുലൈമാൻ നബി അതിന്റെ ശേഖരിച്ചു വെച്ച കാര്യങ്ങളൊക്കെ, ഭക്ഷണങ്ങളൊക്കെ നനയും. നനഞ്ഞാൽ എന്താ ചെയ്യാന്നറിയത്? ആ ഭക്ഷണമായിട്ട് പുറത്തേക്ക് വരും. തഹ്റുജു ബി, സൂര്യൻ ഉദിച്ചു എന്ന് കണ്ടാൽ അത് ശേഖരിച്ച ഭക്ഷണമൊക്കെ പുറത്തു കൊണ്ടുപോയി വെച്ചിട്ട് ഉണക്കിയെടുക്കും. ഉണക്കിയതിനു ശേഷം വീണ്ടും അതെന്ത് ചെയ്യും? അതിങ്ങോട്ടനെ കൊണ്ട്. ഈ കാര്യം ഇമാം ഇബ്നുൽ ഖയ്യിം, അതങ്ങനെ തന്നെ അത് അദ്ദേഹം ഇബ്നു ഉസൈം എടുത്തു കൊടുത്തതാണ്. ഇതേ കാര്യം പണ്ടത്തെ നമ്മുടെ സലഫി പണ്ഡിതന്മാർ ഗവേഷണം നടത്തി ചിന്തിച്ചിട്ട് അവർ എഴുതി വെച്ചതാണ്. അതൊക്കെ നോക്കിയാൽ നമുക്കൊക്കെ മനസ്സിലാവുമല്ലോ. ഉറുമ്പുകളെ പറ്റി ആലോചിച്ച് അവർ ചെയ്യുന്ന അത്ഭുതങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ നോക്കിയിട്ട് തന്നെയാണ് ശാസ്ത്രജ്ഞന്മാരും മറ്റൊക്കെ ഉണ്ടായത്. അതിനെപ്പറ്റി ആലോചിച്ചിട്ട് ഞാൻ ഇദ്ദേഹം ചിന്തിച്ച് അവസാനം ഇബ്നുൽ ഖയ്യിം പറയാം, എന്ത് ഇവര് ഭക്ഷണം അത് മുളക്കുന്നതാണെങ്കിൽ ഉറുമ്പുകൾ അത് കഷ്ണമാക്കി മാറ്റുന്നു. ഇനി 2 കഷ്ണമാക്കിയാൽ 2 കഷ്ണം മുളക്കുന്നതുണ്ടെങ്കിലോ അപ്പൊ അത് 4 കഷ്ണമാക്കി മാറ്റും ഈ ഉറുമ്പുകൾ. ഇതൊക്കെ ഇവര് നോക്കിയിട്ട് റെഡിയാക്കിയതായിരിക്കും. അതൊക്കെ ഇവര് പറയാം. എന്നിട്ട് പറയണം അദ്ദേഹം, ഇനിയും ഇതിന്റെ ഹിദായത്ത്, അതിന്റെ മാർഗം, അള്ള കൊടുത്ത അതിന്റെ മാർഗദർശനം, അതൊക്കെ അതിൽ അത്ഭുതം സൂചിപ്പിക്കാൻ ഈ കാര്യം തന്നെ മതി. മാ ഹക്കാഹുല്ലാഹു ഫിൽ ഖുർആൻ, ഖുർആനിൽ അള്ള പറഞ്ഞിട്ടില്ലേ എന്താണ് സുലൈമാൻ അലൈഹിസ്സലാമും സൈന്യവും. ഉറുമ്പ് വിളിച്ചു പറയാൻ, എന്ത് യാ അയ്യുഹൻ നമിൽ, ഉറുമ്പുകളെ, എല്ലാവരും വീട്ടിൽ പ്രവേശിച്ചോളൂ, ലാ യഹ്തിമന്നക്കും സുലൈമാനു വ ജുനൂദുഹു, സുലൈമാൻ അലൈഹിസ്സലാമും അദ്ദേഹത്തിന്റെ സൈന്യവും നിങ്ങളെ ചവിട്ടി മെതിക്കാതിരിക്കണമെങ്കിൽ എല്ലാവരും അവനവന്റെ വീട്ടിലേക്ക് പോയിക്കോളൂ. അവ എന്താ വരുന്നുണ്ട്? ഈ മക്കാ ഉറുമ്പ് അതിന്റെ കൂട് ഉണ്ടാക്കിയ, അതിന്റെ വീടുണ്ടാക്കിയ. തക്ഷാമിനസ്സുവിൽ, കാരണം വെള്ളം മഴ പെയ്യുമ്പോൾ അതിലേക്ക് വന്നാൽ നേരെ അതിന്റെ കൂട്ടിലേക്ക് വന്ന് തകർക്കാതിരിക്കാനാണ് അത് ചെയ്യുന്നത്. അതിന്റെ ശേഖരിച്ചു വെച്ച കാര്യങ്ങളൊക്കെ, ഭക്ഷണങ്ങളൊക്കെ നനയും. നനഞ്ഞാൽ എന്താ ചെയ്യാന്നറിയത്? ആ ഭക്ഷണമായിട്ട് പുറത്തേക്ക് വരും. തഹ്റുജു ബി, സൂര്യൻ ഉദിച്ചു എന്ന് കണ്ടാൽ അത് ശേഖരിച്ച ഭക്ഷണമൊക്കെ പുറത്തു കൊണ്ടുപോയി വെച്ചിട്ട് ഉണക്കിയെടുക്കും. ഉണക്കിയതിനു ശേഷം വീണ്ടും അതെന്ത് ചെയ്യും? അതിങ്ങോട്ടനെ കൊണ്ട്. ഈ കാര്യം ഇമാം ഇബ്നുൽ ഖയ്യിം, അതങ്ങനെ തന്നെ അത് അദ്ദേഹം ഇബ്നു ഉസൈം എടുത്തു കൊടുത്തതാണ്. ഇതേ കാര്യം പണ്ടത്തെ നമ്മുടെ സലഫി പണ്ഡിതന്മാർ ഗവേഷണം നടത്തി ചിന്തിച്ചിട്ട് അവർ എഴുതി വെച്ചതാണ്.
അതൊക്കെ നോക്കിയാൽ നമുക്കൊക്കെ മനസ്സിലാവുമല്ലോ. ഉറുമ്പുകളെ പറ്റി ആലോചിച്ച് അവർ ചെയ്യുന്ന അത്ഭുതങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. എന്ത് ഇവര് ഭക്ഷണം അത് മുളക്കുന്നതാണ്. ഉറുമ്പുകൾ അത് കഷ്ണമാക്കി മാറ്റുന്നു. ഇനി 2 കഷ്ണമാക്കിയാൽ 2 കഷ്ണം മുളക്കുന്നതുണ്ടെങ്കിലോ അപ്പോൾ അത് 4 കഷ്ണമാക്കി മാറ്റും ഈ ഉറുമ്പുകൾ. ഇനി അവർക്ക് വരാൻ പോകുന്ന വിപത്തുകളും പറയുന്നുണ്ട്. അവർ നരകത്ത് പോകുന്ന പറയണം. ചിന്തിക്കാത്തവർ നരകത്തിൽ പോകുന്ന പരിശുദ്ധ ഖുർആൻ പറയാം സൂറത്തുൽ മുൽക്കിൽ വഖാലു ലൗ കുന്നാ നസ്മഉ ഔ നഅഖിൽ മാ കുന്നാ ഫി അസ്ഹാബി സറഇർ. നരകത്തിലേക്ക് ഓരോ വിഭാഗമായിട്ട് ഇങ്ങനെ മലക്കുകൾ എറിയും. ആ നേരം മലക്കുകൾ ചോദിക്കും അലം യഅതികും നദീർ, താക്കീതുകാരൻ വന്നിരുന്നില്ലേ? അവർ പറയും ബലാ വന്നിരുന്നു, പക്ഷെ ഞങ്ങൾ കളവാക്കി. അതുകൊണ്ട് നരകത്തിൽ പോകുമ്പോൾ അവര് വിലപിക്കുന്ന കാര്യം ഇങ്ങനെയാണ്. വഖാലു അവർ പറയാ ലൗ കുന്നാ നസ്മഉ, ഞങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ, കേൾക്കേണ്ടത് കേട്ടിരുന്നുവെങ്കിൽ, ഔ നാഖിലു ഞങ്ങൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ, മാ കുന്നാ ഫി അസ്ഹാബി സഈർ ഞങ്ങൾ ഈ നരകത്തിന്റെ ആൾക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകുമായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ ചിന്തിക്കാത്തത് കൊണ്ട് വന്ന ദുരന്തമാണ്. അവ ശരിക്ക് ചിന്തിക്കാത്തവരുടെ പരിണിത ഫലം അതാണ് ഇവിടെ പറയുന്നത്. ഇനി സൂറത്ത് ആറാഫ് 179 ആയത്തിൽ അള്ളാഹു പറയും വലഖദ് ദറഅനാ ലി ജഹന്നം, നരകത്തിന് വേണ്ടി നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട്. കസീറൻ മിനൽ ജിന്നി, കുറേ ജിന്നുകളെ, വൽ ഇൻസി കുറേ മനുഷ്യരെ ഒക്കെ നരകത്തിന് വേണ്ടി സൃഷ്ടിച്ചതാ. വെറുതെ അങ്ങനെ നരകത്തിൽ കിടന്ന് ചലിച്ചിട്ടല്ല. എന്താ പോലെ പ്രശ്നം എന്നറിയോ? അവരുടെ പ്രശ്നം ലഹും ഖുലൂബ്, അവർക്ക് ഹൃദയങ്ങളുണ്ട്, അള്ള കൊടുത്തിട്ടുണ്ട്. പക്ഷെ ലാ യഫ്ഖഹൂന ബി, അതുകൊണ്ട് ചിന്തിക്കൂല. വലഹും അയ്യുൻ, അവർക്ക് കണ്ണുകളുണ്ട്, ലാ യുബ്സിറൂന ബി, അതുകൊണ്ട് എന്ത് ചെയ്യൂല, അവർ കാണേണ്ടതൊന്നും കാണൂല. വലവും ആദാൻ, അവർക്ക് ചെവികളുണ്ട്, ലാ യസ്മഊന ബി, അതുകൊണ്ട് അവർ കേൾക്കേണ്ടത് കേൾക്കൂല. അതുകൊണ്ട് ഉലായിക്കല്ലന്നം, അവർ നാൽക്കാലികളെ പോലെയാണ്. നാൽക്കാലികളെ പോലെ എന്ന് പറഞ്ഞാൽ പോരാ, ആ നാൽക്കാലികൾ അത്ര മോശമല്ല. അള്ളാന്റെ മറ്റു സൃഷ്ടികളെ പറ്റി നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ. അതുകൊണ്ട് അബല്ലുഹും അള്ളല്ല, അതിനേക്കാൾ വഴി പിഴച്ചവരാണ് അവർ നോട്ടം. അത്ര മോശപ്പെട്ടവരാണ് അവർ, നരകത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്നാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ ചിന്തിക്കാൻ പറഞ്ഞ ഒരുപാട് മേഖലയിൽ ചിലതാണ്. പ്രമാണങ്ങളെപ്പറ്റി ചിന്തിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. കിതാബ് അൻസൽനാഹു ഇലൈക മുബാറക്, ഈ കിതാബ് താങ്കൾക്ക് നമ്മൾ ഇറക്കി തന്നു, അനുഗ്രഹീതമാണ്. ലിയദ്ദബ്ബറു ആയാത്തി, അതിലെ ആയത്തുകളെ പറ്റി അവർ ചിന്തിക്കണം. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആനെ പറ്റി അവർ ചിന്തിക്കുന്നില്ലേ? വലൗ കാന മിൻ ഇൻദി ഗൈരില്ല ലവജദൂ ഫീ ഇഖ്തിലാഫൻ കസീറ, ഇത് അല്ലാഹ് ഇറക്കിയതല്ലായിരുന്നുവെങ്കിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുമായിരുന്നു. അപ്പൊ പരിശുദ്ധ ഖുർആനെ പറ്റി ചിന്തിച്ചാൽ അത് മനുഷ്യന്റെ സൃഷ്ടിയല്ല എന്ന് ബോധ്യമാവും, അത് ആകാശം നിറക്കപ്പെട്ടതാണെന്ന് ബോധ്യമാവും. പക്ഷെ ഇതിനൊന്നും ചെയ്യാറില്ലാതെ താന്തോന്നികളായി ജീവിച്ചാൽ അവർക്ക് വലിയ ദുരന്തമാണ് വരിക. ഈ കാര്യം മാലോകരെ പരിശുദ്ധ ഖുർആൻ അറിയിക്കുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അപ്പൊ നമ്മൾ ലോകത്തിലെ സൃഷ്ടിജാലങ്ങളെപ്പറ്റി ചിന്തിക്കുന്നവരാകണം. അങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ, അങ്ങനെ കുറെ സമയം രാത്രിയുടെ അവസാന യാമങ്ങളിലൊക്കെ ഇങ്ങനെ ഓർമ്മ, അതിന്റെ മഹത്വം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ നേരം എന്ത് ഞാൻ കൊടുക്കുന്നൊക്കെ
അവരോട് പറയുന്നുണ്ട്. അപ്പൊ ഇത് വല്ലാത്തൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇത് നമ്മുടെ റബ്ബിന്റെ മഹത്വം, അവന്റെ കഴിവിന്റെ വലിയ മഹാകാര്യങ്ങളൊക്കെ അറിയിക്കുന്ന വിഷയങ്ങളാണ്. ഏകദേശം ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി തൗഹീദ് ഉലൂഹിയ്യത്തുമായി ബന്ധപ്പെട്ട വിഷയം അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദ് സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.